2013 മോഡൽ കരീഷ്മ ZMR. ഇപ്പോൾ ഇന്നത്തേക്കൊരു 11 വർഷമായിട്ടുണ്ട്. സോ ഇത് ഓൾറെഡി നിങ്ങൾ പഴയ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാം ചെയ്തത് മോഡിഫിക്കേഷൻ അല്ല, വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് വന്നത്, എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഈ വണ്ടി ഓൾറെഡി പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. വണ്ടി ഇത് കിട്ടുന്ന സമയത്ത് ഫുള്ള് സ്ക്രാച്ചും ഫുള്ള് ഡിമ്മായിട്ടുള്ള കളറായിരുന്നു. ഈ വണ്ടി ഓൾറെഡി പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടി പിക്കപ്പ് അടിക്കുന്നത്. ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എടുത്ത സമയത്ത് ഇതിൽ മിറർ ഉണ്ടായിരുന്നില്ല. മിറർ ഓൾറെഡി ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ കെറ്റിക്കുന്നതിൻ്റെ ഒറിജിനൽ മിററാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഈ ഭാഗത്തായിരിക്കും, ഈ ഭാഗത്താണ് മിറർ ഉണ്ടായിരുന്നത്. അത് ചേഞ്ച് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ ഈ വൈസർ മഴയൊക്കെ ആയതുകൊണ്ട്, പിന്നെ ഇത്രയും ലോങ് ഓടി വന്നുകൊണ്ടാണ് ഫുള്ളും പൊടിയൊക്കെ ആയിട്ടിരിക്കുന്നത്. വൈസർ ചേഞ്ച് ചെയ്തു. ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്തതാണ്. വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത്. സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ച് കാണിച്ചത്. കാണാൻ സാധിക്കും സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള ഫുൾ നീറ്റ് ആൻഡ് ഫിനിഷാണ്. വണ്ടി ഒന്നും കൂടി ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പിക്കപ്പ് ആയിരിക്കും. നമ്മൾ കൊച്ചിയിൽ നിന്നും വാഗമണ്ണിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല മഴയായതുകൊണ്ടാണ് ഫുള്ളും സീറ്റ് കവർ ഓൾറെഡി പുതിയതായിട്ട് സൈഡിലുള്ള സ്റ്റിക്കർ ഫുൾ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കറൊക്കെ ചേഞ്ച് ചെയ്തു. ഫുള്ള് പുതിയ സ്റ്റിക്കറാണ് ഇതിലിട്ടത്. പഴയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് കംപ്ലൈൻസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് കംപ്ലൈൻ്റാണ് ടയർ ചേഞ്ച് ചെയ്തു. ടയർ മൊട്ട ടയറായിരുന്നു. ടയർ ചേഞ്ച് ചെയ്തു. പിന്നെ ചെയിൻ സോക്കറ്റ്. പിന്നെ വന്ന കേസ് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡിജിറ്റൽ മീറ്റർ ഇപ്പോൾ വേറെ കയറ്റിരിക്കുകയാണ്. കമ്പനിയിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് 10,000-ൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത്. ഇതൊരു 3,000 റുപ്പീസിന് നമുക്ക് ചെയ്ത് കിട്ടും. ഇത് കാണാൻ സാധിക്കും ഫുള്ള് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഫുള്ള് എഴുതി കാണിക്കുന്നത്. $133 133 കിലോമീറ്ററാണ് കൊച്ചിയിൽ നിന്ന് വാഗമണ്ണിലേക്ക് കവർ ചെയ്ത് ഞങ്ങൾ ഓടിയെത്തിയത്. ഫസ്റ്റ് കോട്ടയം ആ ഭാഗത്തേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് വാഗമണ്ണിലേക്കാണ് വന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഫോഗ് ഇറങ്ങി വരുന്നത്. നല്ല നൈസ് ലൊക്കേഷനാണ്. ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി പാറയും. ആ ലൊക്കേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ചേഞ്ച് ചെയ്തു. ഫ്രണ്ടിലെ നല്ല ബ്രൈറ്റ് കൂടിയ ലൈറ്റാണ് ഇട്ടേക്കുന്നത്. നൈറ്റ് ടൈമിൽ നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടും. ഈ വണ്ടി നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കില്ല, അത് മൊത്തം ഞാൻ പെട്ടെന്ന്. ഈ വണ്ടി പെയിൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മരട് തന്നെയുള്ള വർക്ക്ഷോപ്പുണ്ട്. മരടിലെ വർക്ക്ഷോപ്പ്. അതിൻ്റെ നമ്പർ ഞാൻ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനടുത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് തരും. നല്ല അടിപൊളിയായ വർക്കുകളൊക്കെ നല്ല പക്കയായിട്ടാണ് ചെയ്തു തരുന്നത്. ഇതിന് മുന്നേ ഈ വണ്ടി പെയിൻറ്റ് ചെയ്തതെന്ന് ഫ്രണ്ടിൻ്റെ വണ്ടി 2 പെയിൻറ്റ് ചെയ്ത് പുള്ളി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇറക്കിയപ്പോൾ തന്നെ എനിക്കൊരു 25,000 അറൗണ്ട് കോസ്റ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അത് ഓരോ വണ്ടിക്കും ഡിപ്പെൻഡ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ അടുത്തേക്കൊക്കെ എത്തിക്കുക. അടുത്തേക്ക് വേണ്ടി പെയിൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ പുള്ളീനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് 2013 മോഡൽ കരീഷ്മ ZMR. ഇതിൻ്റെ കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല. 20,749. വണ്ടി എടുത്തതിന് ശേഷം അധികം ഓടിയിട്ടില്ല. വണ്ടി കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇതാണ് കരീഷ്മ ZMR. ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് കാണാൻ സാധിക്കും ഫോഗൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. ഫുള്ള് ഫോഗ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും ബൈ ആൻഡ് സീ യു.